ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 18ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ക്രിസ്റ്റഫർ പതിയെ പൂളിൽ നിന്നും കയറി വന്നു. താനും തൻ്റെ ഭാര്യയും കുളിക്കുന്ന വീഡിയോ എടുക്കുന്ന ആ പെൺകുട്ടിക്കരികിലേക്ക് അവൾ കാണാതെ അയാൾ കയറി ചെന്നു. അനുപമ കാണാതെ അവൾക്ക് പിന്നിലൂടെ ചെന്ന് അവളെ അവൻ കൈയോടെ പിടികൂടി. നിർത്തടി, നിൻ്റെ ഒരു ഫോട്ടോ എടുപ്പ്. മറ്റുള്ളവർ കുളിക്കുന്ന ഫോട്ടോ എടുക്കുന്നതാണോ നിൻ്റെ ജോലി? അവൻ അവളുടെ താടിയിലേക്ക് കുത്തിപ്പിടിച്ചു. അലീന പൂളിൽ നിന്നും കയറി മുകളിലേക്ക് വന്നു. എന്താ ഇച്ചായ, എന്താ പ്രശ്നം? അവളൊന്നും മനസ്സിലാവാതെ അയാളോട് ചോദിച്ചു. ദേ ഇവള് നമ്മളറിയാതെ നമ്മൾ പൂളിലുള്ള വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോഴേക്കും അനുപമ അയാൾക്കരികിൽ നിന്നും കുതറി മാറി. സർ പ്ലീസ് എന്നെ വിടൂ. അവൾ തല കുടഞ്ഞുകൊണ്ട് തൊണ്ടയിൽ തടവി ശ്വാസം വലിച്ചെടുത്തു. സത്യം പറയടി, നീ എന്തിനാ ഞങ്ങളെ ഫോട്ടോ എടുത്തത്? വീഡിയോ എടുക്കുന്നത് എന്തിനാ? ആരും അറിയാതെ പിന്നാലെ നടന്ന് ഇങ്ങനെ പടം പിടിക്കുന്നതാണോ നിൻ്റെ ജോലി? അവൻ വീണ്ടും അനുപമയ്ക്കരികിലേക്ക് നീങ്ങി. അവളുടെ കയ്യിലൂടെ ക്യാമറയിലേക്കും അവളുടെ മുഖത്തേക്കും ക്രിസ്റ്റഫർ തറപ്പിച്ചു നോക്കി. കണ്ടാലൊരു മാനിയാണല്ലോ, എന്ത് വൃത്തികെട്ട ജോലിയാ താൻ ചെയ്യുന്നത്? അലീന അവളുടെ മുൻപിലേക്ക് നിന്നു. സത്യമാണോ ഇച്ചായൻ പറഞ്ഞത്? നീ ഞങ്ങളുടെ ഫോട്ടോ എടുത്തോ? അലീനയുടെ മുഖവും ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അനുപമ എന്തു പറയണമെന്നറിയാതെ അലീനയെ നിസ്സഹായയായി നോക്കി നിന്നു. അലീനയുടെ മുഖം കടുത്തു നിന്നു. അവൾ കൈയുയർത്തി അനുപമയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അപ്പോൾ തന്നെയാണ് ബഹളം കേട്ട് വരദ അങ്ങോട്ടേക്ക് ഓടി വന്നത്. അവൾ നടന്ന സംഭവങ്ങൾ അറിഞ്ഞ് അനുപമയെ അവർക്കരികിൽ നിന്നും മാറ്റി നിർത്തി. അയ്യോ സോറി സർ, അവളിവിടെ കിരൺ സാറിൻ്റെ ഒരു സ്റ്റാഫാണ്. ഈ റിസോർട്ടിൻ്റെ ചെറിയൊരു പ്രൊമോഷന് വേണ്ടിയാണ് അവൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചത്. വരദ ക്രിസ്റ്റഫറോടും അലീനയോടും കാര്യം പറഞ്ഞു. ശേഷം അനുപമയെയും കൂട്ടി ഓഫീസിലേക്ക് കടന്നു ചെന്നു. അവളുടെ മുഖത്ത് വിരലുകൊണ്ട് തിണർത്ത ആ പാടുകൾ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അടികൊണ്ട ഭാഗത്ത് ചുണ്ടിൻ്റെ മേൽഭാഗം അല്പം തൊലി പൊട്ടി ചോര പൊടിയുന്നുണ്ടായിരുന്നു. അനുപമ, ഞാൻ താഴെ പോയി മരുന്നും കുറച്ച് ഐസ് ക്യൂബും എടുത്തിട്ട് വരാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. അവളെ അവിടെ ഇരുത്തിയ ശേഷം വരദ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ താഴേക്ക് വന്നിറങ്ങുമ്പോഴാണ് കിരൺ അവൻ്റെ കാറിൽ റിസോർട്ടിൻ്റെ മുറ്റത്തേക്ക് വന്നിറങ്ങിയത്. വരദ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ഐസ് ക്യൂബുകൾ എടുത്ത് മുകളിലേക്ക് നടക്കുമ്പോൾ കിരൺ അവൾക്കരികിൽ വന്നെത്തി കഴിഞ്ഞിരുന്നു. വരദ, ഇതെന്താ? നീ എങ്ങോട്ടാ ഇതും കൊണ്ട് പോണത്? അവൾ കിരണിനെ കണ്ടതും സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. അനുപമ വീഡിയോ എടുക്കുന്നത് ക്രിസ്റ്റി കണ്ടു. സാറ് അവളെ അടിച്ചു. എന്നിട്ട് അവളിപ്പോൾ എവിടെയാ? കിരൺ ധൃതിയിൽ അവളോട് ആ പാത്രം കയ്യിലേക്ക് വാങ്ങി. അവൾക്ക് ഐസ് ഞാൻ കൊടുത്തോളാം. അവൻ ഓഫീസിലേക്ക് വേഗത്തിൽ നടന്നു ചെന്നു. വരദ അനുപമയ്ക്കരികിലേക്ക് നടന്നു പോകുന്ന കിരണിനെ നോക്കി അല്പസമയം കൂടെ അവിടെ തന്നെ നിന്നു. അവനൊരല്പം അടുപ്പം അവളുമായി വന്നിട്ടുണ്ടോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. ഇതേ സമയത്ത് നീലേശ്വരത്ത് ഒരു ഓർഫണേജിൽ അനുപമയുടെ അമ്മയ്ക്ക് തീരെ വയ്യാത്തത് കാരണം അവിടുത്തെ നടത്തിപ്പുകാരിയായ ആലീസ് അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവർ ഒരുപാട് തവണ വിവരം അറിയിക്കാനായി അനുപമയെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഫോൺ സൈലൻ്റ് മോഡിലായിരുന്നതിനാൽ അവൾ കോൾ വന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. ആലീസ് അനുപമയെ കിട്ടാത്തതിനാൽ നീലിമയുടെ നമ്പറിലേക്ക് പിന്നീട് വിളിച്ചു നോക്കി. മോളെ നീലിമ, അനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടി. ചേച്ചിയമ്മയ്ക്ക് തീരെ വയ്യ. ശ്വാസം മുട്ടൽ അധികമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നീ അനുവിനോടൊന്ന് ഇവിടം വരെ വരാൻ പറയോ? ആലീസ് നീലിമയോടായി ചോദിച്ചു. എന്നാൽ അരികിലുള്ള അനുപമയുടെ അമ്മ വിലക്കുകയാണ് ചെയ്തത്. വേണ്ട ചേച്ചി, അവളെ വിവരം അറിയിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പറഞ്ഞതും പോരാ, അവളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞാൽ അവൾ ബുദ്ധിമുട്ടാവില്ലേ? എത്ര ദൂരമുണ്ട് അവിടുന്ന് ഇവിടേക്ക് ഓടിയെത്താൻ? എനിക്ക് സുഖമില്ലാത്ത വിവരം അവളോട് പറയണ്ട. എന്നാൽ അവർ പറഞ്ഞതൊന്നും ആലീസ് കേട്ടിരുന്നില്ല. ആലീസ് നീലിമയോടായി വീണ്ടും പറഞ്ഞു. ഓക്കെ ചേച്ചി, ഞാൻ പറയാം. അവൾ വർക്കിലായിരിക്കും, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. അത്രയും പറഞ്ഞ് നീലിമ ഫോൺ കട്ട് ചെയ്തു. കിരൺ അവൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. സോഫയിൽ കണ്ണടച്ച് കിടക്കുകയാണ് അനുപമ. അവൾ ഷോൾ കൊണ്ട് മുഖവും മൂക്കുമെല്ലാം മറച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. കിരൺ അകത്തേക്ക് കയറി ചെന്നതും അവൾ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ അവൾക്കരികിലേക്ക് വന്നു. എന്തു പറ്റി? എന്താ നിനക്ക് സംഭവിച്ചത്? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്നും പറയാതെ പുഞ്ചിരിച്ചു. ശേഷം അവൻ്റെ കയ്യിൽ നിന്നും ഐസ് കട്ടകൾ നിറച്ചു വച്ച ആ പാത്രം വാങ്ങി. ആ പാത്രവുമായി അവൾ ഓഫീസിനുള്ളിലെ വാഷ് ബേസിനടുത്തേക്ക് ചെന്നു.
അനുപമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാത്ത വീർപ്പുമുട്ടലിൽ കിരൺ അവൾക്കരികിൽ തന്നെ നിൽക്കുകയായിരുന്നു. ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.